ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മാക്രോ എക്കോണമിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കോണമിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ടാണ് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സർവീസ് എക്സ്പോർട്സ് കട്ട് ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ് ബൈ 9.4% ഇൻ Q1. Q1 ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. എന്ത് കാരണം? സർവീസ് എക്സ്പോർട്ട് കാരണം ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുറവ് വരുന്നു അല്ലെങ്കിൽ കമ്മി. ഇപ്പോ ധനക്കമ്മി എന്നൊക്കെ പറയാമല്ലോ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ട്രേഡിൽ കുറവ് വന്നിരിക്കുകയാണ്, ട്രേഡ് ഡെഫിസിറ്റിന്റെ കമ്മി സംഭവിച്ചിരിക്കുകയാണ്. എന്ത് കാരണം? സർവീസ് എക്സ്പോർട്ടുകൾ കാരണം. സോ എക്കോണമിക്സിന്റെ ഭാഗത്ത് ഇന്റർനാഷണൽ എക്കോണമിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണ്, ദെൻ സർവീസും എക്സ്പോർട്ടും എന്തിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേം, നിങ്ങളുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേം ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. എന്താണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്? എവിടെയൊക്കെയോ നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് തുടക്കക്കാരൻ കേട്ടിട്ടുണ്ട്. UPSC പ്രിപ്പറേഷന്റെ ആദ്യഘട്ടങ്ങളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാലൻസ് ഓഫ് പേയ്മെന്റ്. എവിടെയൊക്കെയോ ഏതോ ഓർമ്മയിൽ എവിടെയൊക്കെയോ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി നടത്തുന്ന എല്ലാ പണം ഇടപാടുകളെയും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടാവും. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് എന്തെങ്കിലും പണസംബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പണം കൊടുക്കാം ഒരു രാജ്യം? ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കാനഡ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് എങ്ങനെയൊക്കെ രീതിയിലേക്ക് പണം കൊടുക്കാം? അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്തൂടെ? അപ്പൊ എന്താണത്? എക്സ്പോർട്ടാണ്. ദെൻ നമ്മൾ അവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ടേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് പൈസ തന്നൂടെ? അപ്പൊ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വന്നോ? അപ്പൊ അതെന്താണ്? ഇമ്പോർട്ടാണ്. ദെൻ വേറെ എന്തൊക്കെ രീതിയിലാണ്? കാനഡയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ പൈസ നിങ്ങൾക്ക് ഒരു ഐഫോൺ വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനായിട്ട് പൈസ അയച്ചു തന്നു. അതെന്താണ്? ഒരു ട്രാൻസ്ഫർ അല്ലേ? അതൊരു റെമിറ്റൻസ് അല്ലേ? ആണോ? അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ? അങ്ങനെ പണമിടപാട്, ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ നടത്തുന്ന എല്ലാ പണ ഇടപാടുകളും എന്തിൽ ഉൾപ്പെട്ടിരിക്കും? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കും. വേറെ എന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞേ? കുറച്ച് എക്സാമ്പിൾ പറ. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പുറത്തു നിന്നുള്ള ഒരാൾ നമ്മളുടെ കമ്പനിയിൽ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 10% സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ആ ക്ലാസ് ഓർക്കാത്തവരെ ഓർക്കുക, നോട്ട് എഴുതി വെച്ചിട്ടുള്ളവർ ആ നോട്ട് ഒന്ന് പോയി നോക്കുക എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ? അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ലേ? ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യമായി നടത്തുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും എന്തിൽ വരും? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരും. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷനുകൾ ഉണ്ടല്ലോ. ഇപ്പോ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ലാഭകരമായിട്ട് ഇന്ത്യക്ക് പൈസ കിട്ടുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് പൈസ കിട്ടും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയും ഇവിടുത്തെ ആളുകൾക്ക് പൈസ കിട്ടുകയും ചെയ്യും. ദെൻ നമുക്ക് പൈസ അങ്ങടേക്ക് കൊടുക്കണ്ട, അതായത് നമുക്ക് നഷ്ടമുള്ള കച്ചവടങ്ങൾ ഉണ്ട്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, പെട്രോളിയം നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നു. എന്താ സംഭവിക്കുക? പെട്രോളിയം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കുകയാണ്. നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകുന്ന കറൻസി നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതിനെ പെട്രോളിനെ ഒരു പേര് പറയും, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരിക്കലും സംസാരിക്കാം. അപ്പോൾ പുറത്തുനിന്ന് ഒരു കാര്യം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും എന്തിൽ വരും? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരും. ഓക്കെ, സോ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡിഫറെന്റ് ട്രാൻസാക്ഷനുകൾ ഉണ്ട്. നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ട്, നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ ഉണ്ട്, ട്രേഡുകൾ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മളുടെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഓർഡർ വേണ്ടത് അത്യാവശ്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ഓർഡർ നമുക്ക് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഇതിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ എല്ലാം നമ്മൾ 2 അക്കൗണ്ടുകളായിട്ട് ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 അക്കൗണ്ടുകളായിട്ട് ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് ആയിട്ടും ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റിനെ
നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ ട്രാൻസാക്ഷനുകളാണ് നടക്കുക? അതായത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും കറന്റ് അക്കൗണ്ടിലായിരിക്കും നടക്കുന്നത്. അതായത് ഇത് നമ്മളുടെ കൊമേഴ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ടേമാണ്. നിങ്ങൾ കൊമേഴ്സ് പഠിച്ച് ബികോം പഠിച്ചിട്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വർക്ക് ചെയ്യുന്നത്. കറന്റ് അസറ്റ്സ്, കറന്റ് ലൈബിലിറ്റി, ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് ലൈബിലിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതൊന്നും ഓർക്കാൻ നിൽക്കണ്ട. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റിനെ. അതായത് എല്ലാ ട്രാൻസാക്ഷനുകളും ഉണ്ട്. ഇതിന് നമ്മൾ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്, എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ്, ഞാൻ ലളിതമായ ഭാഷയിലാണ് നിങ്ങളോട് പറയുന്നതെന്നേ ഉള്ളൂ. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്. സോ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ അസറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതെല്ലാം എന്തിൽ വരും? കറന്റ് അക്കൗണ്ടിൽ വരും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. സോ കറന്റ് അക്കൗണ്ടിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട്? കറന്റ് അക്കൗണ്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രേഡ് ഓഫ് ഗുഡ്, അതായത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഏത് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക? കറന്റ് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് നമ്മൾ കാണിക്കുക. ദെൻ ഒരു ഫോറിൻ റെമിറ്റൻസ് വരികയാണ്. ഒരു ഫോറിൻ റെമിറ്റൻസ് വരികയാണ്. അതിന് പെർട്ടിക്കുലർലി ഇവിടെ ഒരു പേര് പറയും. ഫോറിൻ റെമിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ വരും. എന്തൊക്കെയാണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റുകൾ. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു എക്കോണമിക് ടേം ആണ് ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാതെ വെറുതെ ഒരാൾക്ക് കൊടുക്കുന്ന പൈസയാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പൈസയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ ഒരു പൈസ, ഒരു 5000 രൂപ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണല്ലോ, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുമല്ലോ. പക്ഷേ അതെന്തെങ്കിലും ഇമ്പാക്ട് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ലാഭമുള്ള പരിപാടികൾ ഉണ്ടോ? ഇല്ല. നമ്മൾ അത് വെച്ച് വേറെ എന്തെങ്കിലും പൈസ പരിപാടികൾ ചെയ്യുന്നുണ്ടാവും, അതല്ല. പക്ഷെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമാണോ? അല്ല. ഓക്കെ, അതിനെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് റിട്ടേൺ നമ്മൾ കൊടുക്കുന്ന പൈസകളെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എക്കോണമിയിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് ലൈക്ക് യു പേയിങ് സംതിങ് ഫോർ ദ ലവ്. അതായത് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ റിട്ടേൺ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെയാണ് നോർമലി ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. സോ നിങ്ങൾ നിങ്ങളുടെ കാമുകന് അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 100 രൂപ ചെലവാക്കുമ്പോൾ അതിന് കണക്ക് പറയാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റും ചെയ്യുന്നത്. സോ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഒന്നും റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് വാങ്ങുന്നത്. ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നോർമലി ഒരു എക്സ്പെൻസ് പോകുന്ന പോലെയാണ് ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് പോകുന്നത്. ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു? ഗുഡ്സ്, ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ്. പിന്നെ എന്താ ഒരു കാര്യം? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സർവീസ് എക്സ്പോർട്ടുകൾ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സർവീസ് എക്സ്പോർട്ടുകൾ. ഇങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് ഈ കറന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറന്റ് അക്കൗണ്ട് ഒന്നും കൂടി നോക്കാം. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ്? ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതുകൂടാണ്ട് എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗ്രാൻസ് കൊടുക്കുന്നത്, പുറത്തുനിന്ന് വരുന്ന ഒരു റെമിറ്റൻസ്, അങ്ങനെയുള്ള ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ അവിടെ പറഞ്ഞില്ല, എന്താണ്? സർവീസസ്. ഓക്കെ, ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും, പക്ഷെ സർവീസസ് കൊടുക്കുമല്ലോ. സർവീസ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ലോയറിന്റെ അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന സ്ഥാപനം. സോ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ സർവീസ് ആണ്. സർവീസ് ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? കറന്റ് അക്കൗണ്ടിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അതിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഇൻവിസിബിൾ ട്രേഡ്. മനസ്സിലായോ? സോ പണ്ട് മുതലേ ഈ സർവീസസ് അത്ര പ്രൊമിനന്റ് ആയിരുന്നില്ല. സർവീസിന്റെ എക്സ്പോർട്ട് വളരെ കുറവായിരുന്നു. 1990 ശേഷമൊക്കെയാണ് നമ്മുടെ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യകൾ വികസിച്ച് വന്നപ്പോഴാണ് എന്ത് വന്നേ?
ഈ സർവീസസ് ഇന്ത്യയിലല്ല ലോകത്തിൽ ഒരു സർവീസ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയത്. അതിനു മുൻപേ ഈ ചരക്കുകളുടെ നീക്കമായിരുന്നു ഏറ്റവും കൂടുതൽ ലോകത്തുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇൻവിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് സർവീസസുകൾ ഇൻക്ലൂഡ് ചെയ്ത്. സർവീസസിൽ എന്തൊക്കെ വരും? IT സെക്ടേഴ്സ് ഉണ്ട്, ടൂറിസം ഉണ്ട്, ദെൻ റെമിറ്റൻസ് പെർട്ടിക്കുലർ ആണ്, ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് എന്തിലുള്ള നമ്മളുടെ കറന്റ് അക്കൗണ്ടിലുള്ള. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അസറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പണമായിട്ട് ഇന്ത്യയിലേക്ക് വരണം, അല്ലെങ്കിൽ പണമായിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത്? ഒന്ന്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പുറത്തു നിന്ന് വരുന്നു. ദെൻ ലോണുകൾ വരുന്നു, പുറത്തു നിന്നുള്ള ലോണുകൾ. അതിനെ പ്രത്യേകിച്ച് ഒരു പേര് പറയും, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. ദെൻ NRI ഡെപ്പോസിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, NRI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളുടെ ചേട്ടൻ കാനഡയിൽ നിന്ന് പൈസ അയക്കുമ്പോൾ അതിനെ NRI ഡെപ്പോസിറ്റ് എന്നല്ലേ പറയാ. ഇയാൾ നേരത്തെ അപ്പോ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നും സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ. ശരിക്കും പുറത്തു നിന്ന് നോർമലി ഒരാൾ നമുക്ക് പൈസ അയക്കുമ്പോൾ, അതായത് ഇൻഡിവിജ്വൽ പേഴ്സൺ ടു പേഴ്സൺ പൈസ അയക്കുമ്പോൾ അതിനെ NRI ഡെപ്പോസിറ്റ് എന്നല്ല പറയാം, അതിനെ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് വാക്കുകളും നോർമലി ഒരാൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണ്, NRI ഡെപ്പോസിറ്റും ട്രാൻസ്ഫർ പേയ്മെന്റും. പക്ഷേ ശരിക്കും NRI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾ പൈസ അയക്കണം, പക്ഷേ അത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടായിരിക്കണം ആ പൈസ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ആരെങ്കിലും കാനഡയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ പൈസ അയക്കുകയാണ് ഇന്ത്യയിലേക്ക്. അവരെന്തിനായിരിക്കണം ആ ഡെപ്പോസിറ്റ് അയക്കുന്നേ? എനിക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ NRI ഡെപ്പോസിറ്റ് നമ്മൾ വിളിക്കോ? ഇല്ല. അവര് ഇവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളെയാണ് ഈ NRI ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫർ പേയ്മെന്റിലെ NRI റെമിറ്റൻസിനെയും NRI ഡെപ്പോസിറ്റുകളെയും മാറിപ്പോകരുത്. അതൊരു ചോദ്യമാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോയി കുത്തും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പറഞ്ഞ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനം? അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് വരണം, ദെൻ ബാങ്കിങ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ NRI ഡെപ്പോസിറ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാ ട്രാൻസാക്ഷനുകളും, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ട്രാൻസാക്ഷനുകളും ഇൻക്ലൂഡഡ് ആക്കുന്നത്. ഒരുപാട് ട്രാൻസാക്ഷനുകൾ ഉണ്ട്, അത് കാരണം ഇതിനെ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെ വന്നു എന്തൊക്കെ പോയി എന്ന് നമ്മൾക്ക് അറിയാനായിട്ട് അതിന് ഫിക്സഡ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താണ്? കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ വരും? അതായത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നമ്മളുടെ കറന്റ് അക്കൗണ്ടിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ദെൻ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഇൻവിസിബിൾ ട്രേഡ്. ട്രേഡ് ആണ്, പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഒരു ചരക്ക് അപ്പുറത്ത് നിന്ന് നീക്കുന്നില്ല, നമ്മളുടെ ഷിപ്പിൽ കയറിയിട്ട് ഒരു ചരക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല. എന്ത് വഴിയാണ് പോകുന്നത്? ഇന്റർനെറ്റ് ത്രൂ ആണോ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അതിനെ ഇൻവിസിബിൾ ട്രേഡ് എന്ന് വിളിച്ചു. ദെൻ അതുകൂടാണ്ട് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റുകൾ അല്ലെങ്കിൽ റെമിറ്റൻസുകൾ, ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നത്. സോ സ്നേഹത്തിന്റെ പുറത്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ പേയ്മെന്റിൽ വരും. അങ്ങനെ 3 കാര്യങ്ങളാണ് എന്തിലുള്ള? കറന്റ് അക്കൗണ്ടിലുള്ള. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള എന്തൊക്കെയുണ്ട്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, നമ്മൾ പുറത്തുനിന്ന് ലോൺ എടുക്കുന്നു, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. ഓക്കെ, ദെൻ വേറെ എന്താണ്? നമ്മളുടെ NRI ഡെപ്പോസിറ്റുകൾ, അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി NRI ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഡെപ്പോസിറ്റുകൾ. ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ വരുന്നത്. മനസ്സിലായോ?
ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും, ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസും കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാലി ആയി പോകണം. അല്ലെങ്കിൽ എന്താണ്? അതുകൊണ്ടാണല്ലോ ഇതിനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേയ്മെന്റുകൾ വരുന്നുണ്ട്, അത് ബാലൻസ് ആയിട്ട് പോകണം. ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും കൂട്ടി നോക്കുമ്പോൾ ഓൾവേസ് ബി 0. ഓക്കെ, അതെങ്ങനെ 0 ആവും? ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ 0 ആവും? സംശയം വന്നല്ലോ. ഞാൻ ദൂരീകരിച്ചു തരാം. അതായത് നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ എന്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരിക്കലും നെഗറ്റീവോ പോസിറ്റീവോ ആകാൻ പാടില്ല. ഓക്കെ, അതെപ്പോഴും ഈക്വൽ ആയിട്ട് പോകണം. അതായത് നിങ്ങൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഗുഡ്സ് നിങ്ങൾ എത്ര വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. എവിടെ? ഇന്ത്യയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അല്ലാത്തൊരു പക്ഷം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ്, എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ്. നിങ്ങൾ കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു കൺട്രിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? ട്രേഡ് സർപ്ലസ് വരും. കാരണം ട്രേഡിൽ നമ്മളാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ത്യയെ പോലെയുള്ള കൺട്രി ഒരുപാടൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് ആയി കഴിഞ്ഞാലും, പെട്രോളിയം പ്രൊഡക്ട്സ് ആയി കഴിഞ്ഞാലും, കാറുകളായി കഴിഞ്ഞാലും, എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തെ കൺട്രീസിൽ നിന്ന്. സോ അങ്ങനെ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രേഡ് ഡെഫിസിറ്റ് സംഭവിക്കും. ട്രേഡ് ഡെഫിസിറ്റ് സംഭവിക്കും. സോ ഇങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് സംഭവിക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഈ ട്രേഡ് ഡെഫിസിറ്റ് എങ്ങനെയെങ്കിലും ടാലി ആയി പൊക്കോളണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുത്താം, ലോണുകൾ നമുക്ക് പുറത്തു നിന്ന് എടുക്കാം, ദെൻ ക്യാപിറ്റൽ NRIs ഡെപ്പോസിറ്റ് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ട്രേഡ് ഡെഫിസിറ്റ് വേണമെങ്കിൽ നമുക്ക് കറന്റ് അക്കൗണ്ടിൽ തന്നെ തീർത്ത് പോരാം. അതെങ്ങനെയാണ്? ഇപ്പോ എക്സ്പോർട്ടില് ഗുഡ്സിൽ എന്ത് സംഭവിക്കുകയാണ്? ഗുഡ്സിൽ ട്രേഡ് ഡെഫിസിറ്റ് വരികയാണ്. ഗുഡ്സിൽ ട്രേഡ് ഡെഫിസിറ്റ് വന്നല്ലോ. അപ്പോ നമുക്ക് ഇപ്പുറം ആരൊക്കെയുണ്ട്? ട്രാൻസ്ഫർ പേയ്മെന്റ് ഉണ്ടല്ലോ. ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുതൽ വരുത്തിച്ചിട്ട് നമുക്ക് ഈ ഗുഡ്സിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാം. അല്ലെങ്കിൽ എന്താണ്? സർവീസസിന്റെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ട്, സർവീസസ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാം. ഓക്കെ, സോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ട്രേഡ് ഡെഫിസിറ്റ് അതായത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും കൂടുതലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് വരും, കൂടുതലാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? ട്രേഡ് സർപ്ലസ് വരും. ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രി ആണോ? ഇന്ത്യ ഒരു ട്രേഡ് സർപ്ലസ് കൺട്രി ആണോ? ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രിയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. ഒരു ട്രേഡ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ പേര് പറയാൻ പറ്റുമോ? ട്രേഡ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ ഒരു പേര് പോസ് ചെയ്തിട്ട് പറഞ്ഞേ. ഏതാണ്? ചൈനയാണ്. നമ്മളുടെ അടുത്ത് കിടക്കുന്ന ചൈനയാണ് ട്രേഡ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കൺട്രി. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യം എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യം. ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യം ഏതായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ഏതായിരിക്കും? ഗുഡ്സിൽ ഏറ്റവും കൂടുതൽ കാര്യം ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി അത് അമേരിക്കയാണ്, USA ആണ്. ഞെട്ടിയില്ലേ? സോ ഈ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? കാരണം അമേരിക്ക അധികം ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ കറൻസി ഡോളർ കുറച്ചും കൂടി പവർഫുൾ ആണ്. അവർക്ക് പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷനുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ലാഭം പുറത്തു നിന്ന് വാങ്ങിക്കുന്നതാണ്. പക്ഷെ അത് പല ക്രൈസിസുകളും ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കും. സോ അതുകൊണ്ടാണ് ഈ നമ്മുടെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ വീണ്ടും ശക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പൊ കണക്ഷൻ കിട്ടിയോ? ഇന്റർനാഷണൽ റിലേഷൻസ് കണക്ട് ചെയ്യുന്നത് എന്തിലാണ്? ട്രേഡിലാണ്. ട്രേഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? എക്കോണമിയിലാണ്. അതിന്റെ ബേസിസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ 3 കാര്യങ്ങൾ പഠിച്ചു. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പഠിച്ചു. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പഠിച്ചു. ഇനി നമുക്ക് ന്യൂസിലേക്ക് പോകാം.
ന്യൂസ് എന്താ പറയുന്നത്? സർവീസ് എക്സ്പോർട്ട് കട്ട്സ് ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് പഠിച്ചു. ട്രേഡ് ഡെഫിസിറ്റ് എന്താണ് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാരണം എന്താണ്? സർവീസിൽ ഉണ്ടായിരുന്ന എക്സ്പോർട്ടുകൾ. ഓക്കെ, സർവീസിൽ ഉണ്ടായിരുന്ന എക്സ്പോർട്ട്. സോ ഒരു ട്രേഡ് ഡെഫിസിറ്റ് നമുക്കുണ്ട്, അതിനെ കട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എവിടെ തന്നെ ഉണ്ടായിരുന്നു? സർവീസ് സെക്ടറിൽ തന്നെ ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് സർവീസ് സെക്ടർ എവിടെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? കറന്റ് അക്കൗണ്ടിലാണ്. കറന്റ് അക്കൗണ്ടിലാണ് സർവീസ് സെക്ടർ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. സോ വിച്ച് മീൻസ് കറന്റ് അക്കൗണ്ടിൽ തന്നെ ആ ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ച് പോകുന്നു. ഇനി ഈ സർവീസ് സെക്ടറിൽ ബാലൻസ് ചെയ്തില്ലെങ്കിലോ, അത് ഓട്ടോമാറ്റിക്കലി എന്തിൽ ബാലൻസ് ചെയ്തോളണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ചെയ്തോളണം. അതായത് വരവും ചെലവും തുല്യമാണെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വരവും, അത് നമ്മളുടെ വീട്ടിലെ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ വരവിൽ കൂടുതൽ ചെലവ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ വീടിന്റെ താളം തെറ്റിപ്പോകും. എല്ലാ EMIs കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് പറ്റും? കയറെടുത്ത് തൂങ്ങേണ്ട അവസ്ഥ വരില്ലേ? മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് രാജ്യത്തുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സർവീസ് ഉപയോഗിച്ചിട്ട് ട്രേഡിലുള്ള ഡെഫിസിറ്റ് കുറച്ച് വെച്ചു. അല്ലാത്ത പക്ഷം എന്താ ചെയ്യാറുള്ളത്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടും, ലോണുകൾ കൂട്ടും. മനസ്സിലായോ? ബാങ്കിങ് ഇൻവെസ്റ്റ്മെന്റുകൾ, NRI ഡെപ്പോസിറ്റുകൾ കൂട്ടും. ഇങ്ങനെ എല്ലാം കൂട്ടി വരുമ്പോഴും പേയ്മെന്റുകൾ ബാലൻസ് ആയിരിക്കണം. അതിനെ പറയുന്ന പേരെന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ഇനി ഒരു കഥ പറയാം. ഇനി 1991 വരിക. നിങ്ങൾ NCERT വായിക്കാൻ തുടങ്ങിയില്ലേ? NCERT വായിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ 1999 ഒരു ക്രൈസിസ് സംഭവിച്ചു. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷന്റെ ഒരു ക്രൈസിസ് സംഭവിച്ചു എന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അതിനെ എന്ത് പേരിലാണ് അവിടെ പറയുന്നത്? എന്ത് പേരിട്ടാണ് അവിടെ വിളിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? ഇറ്റ്സ് കോൾഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഓഫ് 1991. 1991 ഇന്ത്യക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ക്രൈസിസ് സംഭവിച്ചു. അത് കാരണമാണ് നമ്മൾ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും റിഫോമുകൾ കൊണ്ടുവന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ 11ാം ക്ലാസ്സിലെ എക്കോണമി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങുക. അവിടെ നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിനെ കുറിച്ച് പറയും. ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്. കണക്ഷൻ കിട്ടിയോ? കണക്ഷൻ കിട്ടി കാണണം. ഓക്കെ, ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പൊ എങ്ങനെയാണ് അവിടെ ക്രൈസിസ് വന്നേ? അതായത് കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ടാലി ആകാണ്ട് വന്നു. വരവിൽ കവിഞ്ഞ് ചിലവ് സംഭവിച്ചു. എക്സ്പോർട്ട് കുറഞ്ഞു, പക്ഷേ നമ്മൾ ഇമ്പോർട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഒരു മെക്കാനിസം തടയുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈക്വൽ ആകാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് ആകാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക്, ഒരു റിസർവ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പേരിൽ തന്നെ ഒരു റിസർവ് ഉണ്ടല്ലോ. ആ റിസർവ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ റിസർവിൽ നിന്ന് എടുത്തിട്ട് ഇത് ചെയ്യും. എന്ത് ചെയ്യും? ടാലി ആക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് എക്സ്പോർട്ട് കുറവാണ്, ഇമ്പോർട്ട് കൂടുതലാണ് 1991 സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിലുള്ള റിസർവ് പൈസയുണ്ട്, ഒരു 600 ബില്യൺ US ഡോളറോ എന്തോ നമ്മളുടെ റിസർവിലുണ്ട്. സോ ആ റിസർവ് എടുത്തിട്ട് ഇത് പാച്ചപ്പ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ 1991 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള റിസർവും തീർന്നു പോയി. അപ്പൊ എന്താ സംഭവിക്കുക? അതായത് നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് പണമില്ല. മനസ്സിലായോ? അതായത് നമ്മളുടെ കയ്യിലുള്ള പൈസ എല്ലാം ഉപയോഗിച്ചു. ദെൻ നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിരുന്ന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിരുന്ന ആ പൈസയും എടുത്ത് നമ്മൾ എന്തിനുപയോഗിച്ചു? ബാലൻസ് ഓഫ് പേയ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. സോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പൈസ ഇല്ല, കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലോക ബാങ്കുകളെ സമീപിച്ചു, അല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളെ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും പരിഹരിച്ചു തരണം. ഓക്കെ, ഞങ്ങൾ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അവര് എന്ത് തന്നു? അവര് നമുക്ക് ലോണുകൾ തന്നു. ലോൺ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ശരിയാകും. കാരണം എന്താണ്? അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ് ഈ ലോൺ. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്, ഈ രണ്ട് വാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാലൻസ് ഓഫ് പേയ്മെന്റ് കേട്ടിട്ടുണ്ട്, 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ കണക്ഷൻ കിട്ടിയോ?
എങ്ങനെയാണ് കഥ പോയത് എന്നുള്ള ടോട്ടൽ കണക്ഷൻ കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മളുടെ ഇന്റർനാഷണൽ എക്കോണമിക്സ് വർക്ക് ചെയ്യുന്നത്. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഷുഡ് ബി ഓൾവേസ് ബി സീറോ, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, ടാലി ആയിരിക്കണം. അങ്ങനെ ടാലി അല്ലാത്ത സിറ്റുവേഷനിൽ എന്താ ചെയ്യാം? റിസർവ് ബാങ്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും, അല്ലെങ്കിൽ റിസർവിൽ നിന്ന് നമ്മൾ പൈസ എടുത്തുകൊണ്ട് ഇത് ഈക്വൽ ആക്കി വെക്കും. റിസർവ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? റിസർവ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രി വിൽ ബി സീരിയസ് ഫിനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് മാറും. ഓക്കെ, ദെൻ അവിടെ ലോക ബാങ്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും, അല്ലെങ്കിൽ വേൾഡ് ഓർഗനൈസേഷനുകൾ സ്റ്റെപ്പ് ഇൻ ചെയ്യും. ദെൻ കൺട്രിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഡീസ്റ്റെബിലൈസ് ആയ ഒരു കൺട്രിയുടെ പേര് പറയാമോ? കുറച്ച് നാളുകളായിട്ട് ഡീസ്റ്റെബിലൈസ് ആയിരുന്ന ഒരു കൺട്രി ശ്രീലങ്കയാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയിൽ ഒരു ഡീപ്പ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അവർക്ക് എക്സ്പോർട്ടിങ്ങിന് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പണം തികയുന്നില്ല. ദെൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സഹായിച്ചിട്ടാണ് ഈ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളെ അതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവന്നത്. വേൾഡ് ബാങ്ക് സഹായിച്ചു, ദെൻ അങ്ങനെയുള്ള രാജ്യങ്ങളെ സഹായിച്ചു. സോ ഇവരൊക്കെ ഡിഫറെന്റ്, ഇപ്പൊ വേൾഡ് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ടുകളെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കൊടുക്കുന്ന എമൗണ്ടുകളെ ചില പേരുകളിലൊക്കെയാണ് വിളിക്കുന്നത്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്നൊക്കെ പറയും. അതെന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്, അതായത് ലോക ബാങ്ക് കൊടുക്കുന്ന ലോണിനെ അവരൊരു പേരിട്ട് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അതിനെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് തന്നെയാണ് അവർ പേരിട്ട് വിളിക്കുന്നത്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് പ്രോഗ്രാം എന്നുള്ളത്, എന്താണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് എക്കോണമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇത് ക്ലാസ്സിൽ മനസ്സിലായി, എനിക്കറിയാം ഇത് കടുകട്ടിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ക്ലാസ്സിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല. ഇന്നിപ്പോ രാവിലെ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ എല്ലാം മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നിങ്ങൾ ഇനി ഇത് ക്ലാസ്സിൽ എടുത്തു കഴിയുമ്പോൾ, ക്ലാസ്സിൽ ഈ ഇന്റർനാഷണൽ എക്കോണമിക്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞത്. നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? ട്രേഡ് ഡെഫിസിറ്റ് സർവീസസ് എക്സ്പോർട്ട് ചെയ്തു, അതായത് ട്രേഡ് ഡെഫിസിറ്റ് സർവീസ് എക്സ്പോർട്ട് കൊണ്ടിട്ട് കുറഞ്ഞു. ആ ഒരു കാര്യം മാത്രം വേണമെങ്കിൽ പറഞ്ഞു പോകാം. പക്ഷേ ഈ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്കണോമിക്സിനെ വെറുക്കാൻ തുടങ്ങും. ഓക്കെ, ഈ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ ലക്ഷ്യം. അല്ലാണ്ട് നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ, അല്ലെങ്കിൽ ഈ നമ്മളുടെ PSC പഠിക്കുന്ന പോലെയുള്ള കണ്ടന്റുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ ലക്ഷ്യം. ഈ കണ്ടന്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ കണക്ഷൻ, കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നമ്മളുടെ എക്സാമിനേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ പറ്റും. ഇത് 2020 UPSC എക്സാമിനേഷനിൽ, പ്രിലിമിനറി എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു ദ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് ഇന്ത്യ അറ്റ് പ്രസന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യസ് മർക്കൻഡൈസ് എക്സ്പോർട്ട് ആർ ലെസ് ദാൻ ഇറ്റ്സ് മർക്കൻഡൈസ് ഇമ്പോർട്ട്. എക്സ്പോർട്ട്, ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്താണ്? കുറവാണ് ഇന്ത്യയുടെ ഇമ്പോർട്ടിനേക്കാളും. ഇന്ത്യ അതായത് പുറത്തേക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണല്ലോ, കാരണം ഇന്ത്യ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി ആണ് എന്ന് നമുക്കറിയാം. അത് സാധാരണ പത്രവായനയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ത്യസ് ഇമ്പോർട്ട് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മെഷീനറി ഹാവ് ഡിക്രീസ്ഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. റീസെന്റ് ഇയറുകളായിട്ട് ഇന്ത്യയുടെ അയണിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലും മെഷീനറിയിലും ഡിക്രീസ് സംഭവിച്ചു. എനിക്ക് സംശയമുണ്ട്, ഈ അയൺ ആൻഡ് സ്റ്റീലും കെമിക്കൽ ഫെർട്ടിലൈസറിലൊക്കെ ഡിക്രീസ് സംഭവിച്ചോ അല്ലെങ്കിൽ ഇൻക്രീസ് ആണോ സംഭവിച്ചത്? ഞാൻ ആ കാലഘട്ടങ്ങളിൽ പത്രം വായിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് സംശയമാണ്. ഞാൻ പത്രമേ വായിക്കാറില്ല, അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ചു. ഇന്ത്യസ് എക്സ്പോർട്ട് ഓഫ് സർവീസ് ഈസ് മോർ ദാൻ ഇറ്റ്സ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ശരിയാണോ തെറ്റാണോ? ഇന്നത്തെ പത്രത്തിലെ ഫസ്റ്റ് ന്യൂസ് എന്താണ്? ഈ മൂന്നാമത്തെ ആർട്ടിക്കിൾ അല്ലേ? ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്തത്? സർവീസിന്റെ എക്സ്പോർട്ട് കൊണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്തത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ഇന്ത്യസ് സഫർ ഫ്രം ആൻ ഓവറോൾ ട്രേഡ് ഓർ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇന്ത്യ സഫേഴ്സ് ഫ്രം ഓവറോൾ ട്രേഡ് ഓർ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇന്ത്യക്ക് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടോ ഇന്ത്യക്ക്? ഓക്കെ,
ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എന്താ നമ്മളവിടെ പറഞ്ഞേ? ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചു. എന്ത് കാരണം? സർവീസസുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കാരണം. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായോ? ഈ നാലാമത്തെ പോയിന്റ് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. സോ ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് പറഞ്ഞു. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അക്കൗണ്ടിന്റെ ടോട്ടൽ ഡെഫിസിറ്റ് ആണ്. വിച്ച് മീൻസ് കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ ഉൾപ്പെടും? നമ്മുടെ ട്രേഡ് ഉൾപ്പെടും, സർവീസസ് ഉൾപ്പെടും, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടും. ഇത് മൂന്നും കൂടിയുള്ള ഡെഫിസിറ്റ് ആണ്. ഇതിന്റെ മൂന്നിന്റെയും കൂടി കമ്മി വരുന്നതിനെയാണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, സോ ഇതിൽ എന്താണ് എനിക്ക് മനസ്സിലായി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പത്രം വായിക്കാത്ത ഒരാളാണ്, എനിക്ക് സംശയമുണ്ട്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്കറിയാം, കാരണം ഇന്നത്തെ പത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാക്കുന്നത്? ട്രേഡ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് എന്ന് എനിക്കറിയാം. കാരണം എന്താണ്? ഞാൻ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് ഒന്നും മൂന്നും നാലും ശരിയായിരിക്കണം. ഒന്നും മൂന്നും നാലും ശരിയായിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് പത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതും ആൻസറുകൾ കറക്റ്റ് ആവുന്നതും. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഹൈലി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആണല്ലോ. സോ നമുക്ക് അയേൺ വേണം, സ്റ്റീൽ വേണം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മെഷീനറീസ് വേണം. സോ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയാവണം. അതായത് ദീർഘകാലമായിട്ട് പത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള കാരണം സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് അയൺ വേണം, സ്റ്റീൽ വേണം, കെമിക്കൽസ് വേണം. നമ്മൾ ആത്മനിർഭർ ഭാരത് മേക്ക് ചെയ്യുകയാണ്. അതിന് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണം, മെഷീനറീസ് വേണം. എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് UPSCയിൽ എക്കോണമിയുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാമോ? With reference to the balance of payment, which of the following constitute the current account? കറന്റ് അക്കൗണ്ടിൽ പെടുന്നത് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറന്റ് അക്കൗണ്ടിൽ പെടുന്നത് എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ആൻസർ ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമ്മളുടെ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. എന്താണ് ഇതിന് ഉത്തരം എന്നുള്ളത് നമ്മളുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കറന്റ് അക്കൗണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാളെ ഈ ഉത്തരം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, കറന്റ് അക്കൗണ്ട് എന്താണെന്നുള്ളത് കാണാം. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. കറന്റ് അക്കൗണ്ടിൽ ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ എന്തൊക്കെയുണ്ട്? ട്രേഡ് ഉണ്ട്, ദെൻ സർവീസസുകൾ ഉണ്ട്, ദെൻ എന്താണ്? ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉണ്ട്. കറന്റ് അക്കൗണ്ടിന്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു. അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതിനെയാണ് കറന്റ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തൂടെ? ബാലൻസ് ഓഫ് ട്രേഡ് വരുമല്ലോ. ദെൻ എന്താണ്? ബാലൻസ് ഓഫ് ഇൻവിസിബിൾ. എന്തിനെയാണ്? സർവീസസിനെ ഇൻവിസിബിൾ എന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞു. ഇൻവിസിബിൾ ട്രേഡ് എന്നാണ് നമ്മൾ സർവീസസിനെ വിളിക്കുന്നത് പറഞ്ഞു. സോ ഒന്നും മൂന്നും വരും. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് വരും, ഫോറിൻ അസറ്റ് വരും. അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ എന്തിൽ വരും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. മനസ്സിലായോ? അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. സോ അസറ്റിനെ നമ്മൾ ഒഴിവാക്കി, രണ്ട് ഒഴിവാക്കി. ഓക്കെ, ദെൻ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് അടക്കമുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ഒരു ലോണാണ്. സോ ലോൺ എവിടെയാ വരിക? ലോണും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരിക. ഇങ്ങനെയാണ് എക്കോണമിയുടെ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇത് 2014 ചോദിച്ച ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. കറന്റ് അക്കൗണ്ട് എന്താണ് എന്നറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു. ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടായിരുന്നു, ഇന്നലെ കറന്റ് അഫയേഴ്സ് സെഷനിൽ. സോ ഇന്ന് നമ്മളുടെ എഡിറ്റോറിയൽ സെഷനിൽ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർ ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദെൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഫ്ലേഷനുകളും, അതായത് ഒരു രാജ്യത്തുള്ള ഫുഡിന്റെയും കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെയും ദെൻ റോ മെറ്റീരിയൽസിന്റെയും എല്ലാ കാര്യങ്ങളിലും വരുന്ന ഇൻഫ്ലേഷനെ കൂട്ടിയിട്ടാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസിനെ ഉൾപ്പെടുത്തിയിരിക്കും. ഫുഡ്, ബിവറേജസ്, ദെൻ ഫ്യൂവൽ എക്സ്പെൻസ്, അങ്ങനെ എല്ലാ ഇൻഫ്ലേഷനുകളെയും കൂട്ടുന്നതാണ്. എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനെല്ലാത്തിന്റെയും ഇൻഫ്ലേഷൻ കൂട്ടുന്നതിനെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
നോർമലി നമ്മൾ സാധാരണ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഹെഡ് ലൈൻ ഇൻഫ്ലേഷനെയാണ്. പത്രത്തിന്റെ ഹെഡ് ലൈനിൽ വരുന്ന എല്ലാ ഇൻഫ്ലേഷനുകളും ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ ആണ്. ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഇൻഫ്ലേഷനെ സമപ്പ് ചെയ്യുന്നു പറയുന്നതാണ്. ഓക്കെ, ദെൻ ഫുഡ് ഇൻഫ്ലേഷൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇൻഫ്ലേഷൻ, ദെൻ കോർ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രത്യേക കാര്യം ഈ ആർട്ടിക്കിളിലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് ചൂസ് ചെയ്തത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുക. ഫുഡ് ഇൻഫ്ലേഷൻ ഫോർ എക്സാമ്പിൾ സോ എ സിഗ്നിഫിക്കന്റ് ഈസിംഗ് ഓൾത്തോ ദാറ്റ് ടു ഈസ് എ സീസണൽ എഫക്ട് റാദർ ദാൻ എ സ്ട്രക്ചറൽ വൺ. അതായത് ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ചെയ്യുന്നുണ്ട്, അത് ഒരു സീസണൽ എഫക്റ്റ് ആണ്, റാദർ ദാൻ എ സ്ട്രക്ചറൽ വൺ. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റുമായിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ടോ? കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത് ശരിയായ ദിശയിലാണ്. ഓക്കെ, എന്താണ് ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് എ സീസണൽ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻഫ്ലേഷൻ ആണ് ഇന്നലെ ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ കോർ ഇൻഫ്ലേഷൻ എന്ത് ഇൻഫ്ലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിലെ ഫുഡും ഫ്യൂവലിന്റെയും ഇൻഫ്ലേഷനെ മാറ്റി നിർത്തും. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിലെ ഫുഡിന്റെയും ഫ്യൂവലിന്റെയും ഇൻഫ്ലേഷനുകളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ കോർ ഇൻഫ്ലേഷൻ എന്താണ്? കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഇൻഫ്ലേഷൻ. അതായത് എക്കോണമിക്ക് എന്തോ ശരിയല്ല, എക്കോണമിയിൽ എന്തൊക്കെയോ ശരിയായിട്ട് നടത്തുന്നില്ല, കുറച്ച് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഇൻഫ്ലേഷനുകളെയാണ് ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. അതാണ് ഇവിടെ പറയുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ സീസണൽ എഫക്റ്റ് ആണ്, അല്ലാണ്ട് സ്ട്രക്ചറൽ ഇൻഫ്ലേഷന്റെ ഒരു ടോപ്പിക് അല്ല, അല്ലെങ്കിൽ സ്ട്രക്ചറൽ വണ്ണിന്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ആർട്ടിക്കിളിൽ, ഫസ്റ്റ് എഡിറ്റോറിയലിൽ നമ്മളുടെ വ്യൂസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഈ എഡിറ്റോറിയൽ ഇനി എന്താണ് പറയുന്നത് നോക്കാം. അതായത് ഈ എഡിറ്റോറിയൽ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മളുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വലിയ പത്രപ്രസ്താവനയൊക്കെ ഇറക്കി, ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എക്കോണമിസ്റ്റുകൾ സന്തോഷിച്ചു. പക്ഷേ അതല്ല ശരിക്കുമുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കാം. ഫുഡ് ഇൻഫ്ലേഷൻ 77 മാസത്തിലെ ഏറ്റവും താഴെ ഉള്ള ഇതിലേക്ക് വന്നിരിക്കാം. പക്ഷെ ഫുഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫുഡ് മാത്രമല്ല ഒരു മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നത്. ഫുഡ് ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള കൺസ്യൂമർ മെറ്റീരിയലിലുള്ള ഇൻഫ്ലേഷനുകൾ ഇപ്പോഴും ഹൈ ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫുഡ് അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മരുന്നുകളുടെ ഇൻഫ്ലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഈവൻ നിങ്ങളുടെ വീട്ടിൽ രോഗിയായിട്ടുള്ള ഒരാളുണ്ട്, ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് മരുന്ന് വാങ്ങിക്കുന്നത് 2017 2025 വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, മരുന്നുകളുടെ ഇൻഫ്ലേഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയ പത്രപ്രസ്താവനയൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല എന്നാണ് നമ്മുടെ ഹിന്ദു എഡിറ്റോറിയലിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ പറയുന്നത്. എന്താ പറയുന്നത്? കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാരണം? എഡ്യൂക്കേഷൻ എന്താണ് ഇപ്പൊ എക്സ്പെൻസ്? നിങ്ങളൊരു സിവിൽ സർവീസ് കോച്ചിങ് എടുത്തു നോക്കി, എത്രയാണ് രൂപ നിങ്ങൾക്ക് വരുന്നത്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്രയാണ് കൺസ്യൂമറിന് എക്സ്പെൻസ്? നിങ്ങൾ ഒരു പ്രൈവറ്റ് ഫീൽഡിൽ ഒരു MBBS എടുത്തു നോക്കി, വേണ്ട പ്രൈവറ്റിൽ ഒരു ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ എടുത്തു നോക്കി. കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, വാർത്തയല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടതാണ്. ബാംഗ്ലൂരിൽ LKGയിൽ ഒരു സ്റ്റുഡന്റിനെ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കാനായിട്ട് മിനിമം വരുന്ന ഫീസ് 2 ലക്ഷം ടു 5 ലക്ഷം രൂപയാണ് പ്രൈവറ്റ് സ്കൂളിൽ. അതായത് കേരളത്തിലെ നിലവാരം പോലും ഇല്ലാത്തൊരു പ്രൈവറ്റ് സ്കൂളില് ജോയിൻ ചെയ്യിക്കാനായിട്ട് ഒരു പ്രീ KG സ്റ്റുഡന്റിന് ചെലവാകുന്ന പൈസ 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. എഡ്യൂക്കേഷൻ്റെ ഒരു എക്സ്പെൻസ് കണ്ടോ നിങ്ങൾ? സോ നിങ്ങൾ കൺസ്യൂമർ ഫുഡിന്റെ കാര്യത്തിലുള്ള ഇത് കുറച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് പോളിസി ഇംപ്ലിമെന്റേഷൻ ബാധിക്കരുത്. കാരണം എന്താണ്? ഫുഡ് മാത്രമല്ല ഒരു മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വേറെ എന്താണ് ഇമ്പോർട്ടന്റ്? ദെൻ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര രൂപയാണ് നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് മുടക്കുന്നത്? നിങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ECG എടുക്കണമെങ്കിൽ വേണം 2500-3000 രൂപ. ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയായി, ഒരു മാസത്തെ ശമ്പളം അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. സോ ഈ എക്സ്പെൻസുകളെല്ലാം അവിടെ നിൽക്കുകയാണ്. ഈവൻ മെഡിക്കൽ എക്സ്പെൻസ്, ഈവൻ ടാബ്ലറ്റിന്റെ പൈസ പോലും ഹൈലി ഇൻക്രീസ് ആയിരിക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ഇവിടെ പറയുന്നുണ്ട് സാനിറ്ററി നാപ്കിൻസിന്റെ കാര്യം, ദെൻ ഡയപ്പേഴ്സിന്റെ. ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അടുത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള മാതാപിതാക്കന്മാരോട് അല്ലെങ്കിൽ
പ്രസവിച്ചിട്ടുള്ള മാതാപിതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും, മീൻസ് കുട്ടിയുടെ ഡയപ്പർ വാങ്ങിച്ചിട്ട് നമ്മളുടെ ശമ്പളം മൊത്തം തീർന്നു പോയി എന്ന് അവർ പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? എന്തൊരു എക്സ്പെൻസ് ആണ് ഒരു കുട്ടിയെ വളർത്താനായിട്ട്. ഇപ്പോൾ ഒരു എക്സ്പെൻസ് എന്തോരമാണ്. ഈവൻ ജൂൺ മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പലർക്കും പേടിയാണ്. കാരണം അത് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, അവർക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങണം, ഇതിനെല്ലാം എക്സ്പെൻസസ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. സോ ദ തേർഡ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു അഡോളിസൻസ് റൈറ്റ്സ്. അഡോളിസൻസ് റൈറ്റുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ ഓപ്പൺ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ സെക്ഷൽ അബ്യൂസുകൾ, ചിൽഡ്രൻസിന്റെ സെക്ഷൽ അബ്യൂസുകൾ തടയുവാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ ആക്ട് 2012. 2012 ഈ നിയമം പാസ്സായിരിക്കുന്നത്. സോ ഈ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും ചിൽഡ്രൻ ആണ്. ചിൽഡ്രനിന്റെ ഡെഫിനിഷനിലാണ്, കുട്ടികൾ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനാണ് 18 വയസ്സ് വരെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ 18 വയസ്സ് വരെയുള്ള ആളുകളുടെ മേലെയുള്ള എല്ലാ ലൈംഗിക അതിക്രമങ്ങളും ഈ നിയമത്തിന്റെ കീഴിൽ ഒരു ക്രൈമാണ്. ഓക്കെ, അത് വളരെ ശക്തമായിട്ടും സുദീർഘമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടാണ്. പ്രത്യേക കോടതികൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചിൽഡ്രൻസിനെതിരെയുള്ള സെക്ഷൽ ഒഫൻസസുകളെ കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കുകയും അതിന് നിയമങ്ങൾ, ശിക്ഷകൾ കൃത്യമായിട്ട് ഉറപ്പാക്കുകയും ചെയ്തു പോരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2018 ഒരു കേസ് ഉണ്ടായി. അതായത് ഒരു 14 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് ഈ പരാതി കൊടുത്തത്. അമ്മ പരാതി പറഞ്ഞു, എന്റെ മകളെ കാണാനായിട്ടില്ല. പോലീസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 25 വയസ്സുള്ള ഒരു യുവാവ് ഈ 14 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ദെൻ അവരുടെ കൂടെ താമസിപ്പിക്കുകയും അവർക്ക് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, 17 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഗർഭിണിയാവുകയും ഇപ്പോൾ കറന്റ് പുള്ളിക്കാരിക്ക് ഒരു മകളോ മകനോ ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. ഈ അമ്മയുടെ കേസില് ഈ ഇദ്ദേഹം 25 വയസ്സുള്ള ഈ വ്യക്തിക്കെതിരെ എന്ത് ചാർത്തി? പോക്സോ ആക്ട് ചാർത്തുകയും സെക്ഷൽ അബ്യൂസ് ചാർത്തുകയും ചെയ്തു. സോ കേസായി, അത് ക്രിമിനൽ കുറ്റമായിട്ട് മാറി. അത് കൂടാണ്ട് ചൈൽഡ് മാരേജിനെതിരെ, അതായത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരവും ഇദ്ദേഹം അറസ്റ്റിലായി. ഓക്കെ, സോ അത് ഒരു ഡൈലമ ക്രിയേറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ, അതായത് ഈ 14 വയസ്സുണ്ടായിരുന്ന കുട്ടി ഇപ്പൊ പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, അദ്ദേഹം ഈ 25 വയസ്സുകാരനോടൊപ്പമാണ് ജീവിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇദ്ദേഹത്തിന്റെ അമ്മയാണെങ്കിൽ ക്യാൻസർ ആയിട്ട് ബെഡ് റിഡൺ ആണ്. ഈ മദർ ഇൻ ലോ എന്ന് പറയുന്ന ആള് ക്യാൻസർ ആയിട്ട് ബെഡ് റിഡൺ ആണ്. നിയമത്തിന്റെ കണ്ണില് ഈ കേസ് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ക്രൈമാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഇയാളെ, ഈ 25 വയസ്സുള്ള യുവാവിനെ, ഇന്നിപ്പോ ചിലപ്പോൾ 28 വയസ്സോ 30 വയസ്സോ ആയിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഒപ്പം താമസിക്കാനാണ് ഇഷ്ടം. ഓക്കെ, സോ ഈ പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണ്? അദ്ദേഹത്തിനോടൊപ്പം താമസിക്കാനാണ്. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ എന്താ പ്രശ്നം? നിയമത്തിന്റെ കണ്ണില് ഇത് ഒരു ക്രൈമാണ്. ഒന്നാമത്തെ ക്രൈം എന്താണ്? സെക്ഷൽ ഒഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈം ഉണ്ട്. കാരണം 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് സെക്ഷൽ ഇതില് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്രൈം എന്താണ്? ചൈൽഡ് മാരേജ് ആണ്. 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടി ചൈൽഡ് മാരേജ് 17-ാം വയസ്സിലായപ്പോഴേക്കും ആ പെൺകുട്ടി കല്യാണം കഴിക്കുകയാണ്. സോ അവിടെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആര് കൊടുത്ത കേസ്? അമ്മ കൊടുത്ത കേസ്. ഓക്കെ, ഈ കേസിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ അഡോളസന്റ് റൈറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കേസിന്റെ അണ്ടറിലാണ് നമ്മൾ അഡോളസന്റ് റൈറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ ഒരു സ്പെഷ്യൽ കേസ്, അതായത് കോടതികൾക്ക് പരിമിതികളുണ്ട്. എന്താണ് പരിമിതി? ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? സ്റ്റേറ്റ് ഏറ്റെടുക്കും. സ്റ്റേറ്റ് കൃത്യമായിട്ട് വുമൺ സെല്ലുകൾ വഴി അല്ലെങ്കിൽ അഭയ കേന്ദ്രങ്ങൾ വഴിയിട്ട് അവിടെയാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ പാർപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു അബ്യൂസ് നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. രണ്ട് ഡൈലമാസ് അവിടെ രൂപപ്പെടുകയാണ്. ഇദ്ദേഹത്തിനോട്, ഈ പെൺകുട്ടിയോട് ഭർത്താവിന്റെ ഒപ്പം താമസിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാകുക?
അമ്മ കൊടുത്ത FIR നിലനിൽക്കാതെ വരും. അതായത് നിയമത്തിന് എതിരായിട്ട് കോടതികൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ ഒരു കുറ്റം ചാർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ആ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വരും. മനസ്സിലായി? ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരുടെ ഒപ്പം പോകാനായിട്ടാണ് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ അവര് ഭർത്താവിന്റെ ഒപ്പം പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ക്രൈം നിലനിൽക്കുന്നുണ്ടല്ലോ. സോ ഈ ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഇതാണ്: സ്റ്റേറ്റിന്റെ കണ്ണിൽ അതൊരു ക്രൈം ആയിരിക്കാം, പക്ഷേ ശരിക്കുമുള്ള ക്രൈം നടന്നത് സ്റ്റേറ്റിന്റെ കണ്ണില് 18 വയസ്സിന് മുൻപ് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്നത് വഴി അവിടെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായി എന്ന് പറയുന്നത് അവിടെ ഒരു ക്രൈം ആയിരിക്കാം. പക്ഷേ പക്ഷേ ആ പെൺകുട്ടിക്ക് ശരിക്കുമുള്ള വൾണറബിലിറ്റി നേരിട്ടത് എപ്പോഴാണ്? ഈ ലീഗൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴാണ് എന്നാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. നമുക്കിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്സോ ആക്ടിനെ നമ്മൾ ഇനി എങ്ങനെ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ഈ പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ടിനെ നമ്മൾ അമെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടത്. സോ ഇവിടെ മേജർലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാനായിട്ട് ഒരാളുടെ ഏറ്റവും കുറഞ്ഞ പ്രായം എപ്പോഴാണ്? 18 വയസ്സ് പൂർത്തിയാകണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ചോദ്യം. സോ നമ്മൾ ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സെക്ഷൽ അബ്യൂസുകൾ തടയുവാൻ വേണ്ടിയിട്ടാണ്. ഒരു പെൺകുട്ടിയെ ഭയപ്പെടുത്തിയിട്ടുള്ള സെക്ഷൽ റിലേഷനുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? കൺസെൻഷ്വൽ സെക്ഷൽ നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സുകൾ പെർമിസിബിൾ ആണോ ഈ ലോയിന്റെ അണ്ടറിൽ? അങ്ങനെ ഒരു ഡെഫിനിഷൻ ഒന്നും കൺസെൻഷ്വൽ ആയിട്ടുള്ള നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് സെക്ഷൽ ഇന്റർകോഴ്സിന് നമ്മളുടെ ഈ നിയമം ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഒരു പ്രോബ്ലമാണ്. ദെൻ പ്രായപരിധി ഒരു പ്രോബ്ലമാണ്. 18 വയസ്സ്. നമ്മൾ ലോക നിയമങ്ങളിലേക്ക് ഒന്ന് നോക്കുക, അതായത് UK യുടെ നിയമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, USA യുടെ നിയമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സിനുള്ള പ്രായപരിധി 16 ആയിട്ടാണ് പല രാജ്യങ്ങളും കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് നിങ്ങൾ അഡോളസൻസിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഒരു സെക്സിലേക്ക് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 18 വയസ്സ് എന്നൊരു പ്രായപരിധി വെക്കണമെന്നില്ല എന്നാണ് പല രാജ്യങ്ങളുടെയും നിയമസംഹിതകൾ പറയുന്നത്. പെർട്ടിക്കുലർലി USA, UK, അങ്ങനെ വികസിത രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ 18 എന്ന് പറയുന്ന ക്രൈറ്റീരിയ വെച്ചതിന്റെ ഉദ്ദേശം എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകരുത്. കാരണം പെൺകുട്ടികൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ ഒരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. കർണാടകത്തിൽ മാത്രം കഴിഞ്ഞ 20 വർഷത്തിനിടെ കാണാതെയായത് 21,000 പെൺകുട്ടികളാണ്. 21,000-നടുത്ത് പെൺകുട്ടികളാണ് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ കർണാടകയിൽ മാത്രം കാണാതായത് എന്നൊരു വാർത്തയുണ്ട്. സ്ഥിരീകരിക്കാത്ത വാർത്തയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അതിലേക്ക് നോക്കിയില്ല. ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വാർത്തയായിരുന്നു, കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് ചെയ്യാൻ പറ്റുക ഇതില്? അതായത് ലോകത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? കാരണം നിയമത്തിന്റെ കണ്ണില് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താനായിട്ട് 18 വയസ്സാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറുന്ന തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ മാറുന്ന തലമുറയ്ക്ക് അനുസരിച്ച് നമ്മളുടെ നിയമങ്ങളും നിയമസംഹിതകളും മാറ്റണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അതെങ്ങനെയാണ്? ഇങ്ങനെയുള്ള ലോസിനെ, അല്ലെങ്കിൽ ഇങ്ങനെ അഡോളസന്റ് റൈറ്റുമായി ബന്ധപ്പെട്ട ലോസിനെ ലോകത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോ. സോ നിങ്ങൾ ഒരു അഡോളസന്റ് ഏജിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു 18 വയസ്സ് പൂർത്തിയാകണം എന്നുള്ളൊരു നിയമം ലോകത്തെവിടെയും ഇല്ല. സോ ആ ഒരു നിയമത്തിലേക്ക് നമ്മൾ മാറണം. നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് കൺസെന്റ് സെക്ഷൽ ഇന്റർകോഴ്സുകൾ ഇന്ത്യയിൽ സാധ്യമാക്കാനായിട്ട് വരണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അതായത് ഇങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. കാരണം എന്താണ്? ഒരു ഫ്യൂഡീഷ്യറി റിലേഷൻഷിപ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭരണത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എംപ്ലോയർ റിലേഷനിൽ വെച്ചിട്ട് നിങ്ങളെ
മാനസികമായി തകർത്തുകൊണ്ട് ഇങ്ങനെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യിപ്പിക്കുവാനായിട്ട് നിർബന്ധിക്കുക, അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന ആളുകളെ കൃത്യമായിട്ട് തുറന്ന് കാണിക്കേണ്ടത് കൂടിയുണ്ട് എന്നൊരു വീക്ഷണം കൂടിയാണ് ഈ ഓപ്പൺ എഡിറ്റോറിയൽ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. സോ എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? ഇറ്റ്സ് അഡോളിസന്റ് റൈറ്റിനെ കുറിച്ചിട്ട്. നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ റൈറ്റുകളെ കുറിച്ചിട്ട് പറയാറുണ്ട്. എവിടെയാണ് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റുകളിലാണ് പറയുന്നത്. ദെൻ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും ബാലന്മാർക്കും റൈറ്റുകളുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ ഈ അഡോളിസന്റ് ഏജിലുള്ള ആളുകളുടെ റൈറ്റുകളെ പല രാജ്യങ്ങളും ഈവൻ പല ഡെവലപ്ഡ് കൺട്രീസ് പോലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട്. കാരണം ഈ ഒരു ട്രാൻസിഷണൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെ, അങ്ങനെ അഡോളിസൻസിന്റെ കാര്യം കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ ഒരു ടോപ്പിക് ഒരുപാട് നാളായിട്ട് ചർച്ചയിലുണ്ട്. ഇടക്കിടക്ക് പത്രങ്ങളിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിളുകൾ വരാറുണ്ട്. പോസ്കോ നിയമത്തിൽ നമ്മൾ ഭേദഗതി വരുത്തേണ്ടതിന്റെ ആവശ്യകത, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുക. ദെൻ സെക്സ് എഡ്യൂക്കേഷനുകൾ കൊടുക്കുക, സ്റ്റുഡൻസിന്റെ കരിക്കുലത്തിൽ സെക്സ് എഡ്യൂക്കേഷനുകൾ കുറച്ചും കൂടി കൊടുക്കുക. അതിനുശേഷം വേറെ എന്താ ചെയ്യിക്കാൻ പറ്റുക? അവർക്ക് റിലേഷൻഷിപ്പിന്റെ, പക്വമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിനൊരു ബ്ലാങ്കറ്റ് ബാൻ കൊണ്ട് നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കേസ് ഇങ്ങനെ സംഭവിച്ചു, എത്ര കേസുകൾ അറിയപ്പെടാതെ പോകുന്നുണ്ടാവും? മനസ്സിലായോ? എത്ര കേസുകൾ ഒതുക്കി പോകുന്നുണ്ടാവും? സോ ഇതിനെ ഒരു ബ്ലാങ്കറ്റ് ബാൻ കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. പകരം ഒരു സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇതാണ് ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത്. സോ എന്താണ് പറയുന്നത്? നമ്മൾ റോമിയോ ജൂലിയറ്റ് ലോസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. എന്താണത്? അതായത് ഈ അഡോളിസന്റ് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസിനെ ലോകത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോസ് എന്നാണ്. സോ അങ്ങനെയുള്ള നിയമങ്ങളെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ എന്താ പറയുന്നത്? 16 എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് മിക്ക രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാനഡ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ 16 എന്ന് പറയുന്ന ഏജ് ആണ്. ദെൻ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് കൃത്യമായിട്ട് എന്താണ് ഇതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ എന്താണ്? ഹെൽത്ത് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ദെൻ റീസ്റ്റോറേറ്റീവ് മെഷേഴ്സ്. സോ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ കോർപ്പറേഷനുകളോട് കൂടിയിട്ട് മാത്രമേ ഇങ്ങനെ ഒരു പ്രോബ്ലത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. നമ്മൾ ഫോറസ്റ്റ് റൈറ്റ് ആക്ടിനെ കുറിച്ചിട്ട് ഈ ഒരു ഇഷ്യൂ വാർത്തയിൽ വന്നപ്പോൾ, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ വാർത്തയിൽ വന്നപ്പോൾ മുന്നേ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ക്രിയേറ്റ് ആകപ്പെട്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ റിവൈസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാണ് രൂപപ്പെട്ടത്? ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഫോറസ്റ്റ് റൈറ്റ് ആക്ടിന്റെ പൂർണ്ണരൂപം ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെ റൈറ്റ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ട്രൈബുകളുടെ റൈറ്റ്, അവർക്ക് അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006. 2006 2016 അല്ല, 2006. 2006 ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ട്രൈബൽസിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിനും നമ്മൾ ചില അവകാശങ്ങൾ പരിഗണിച്ചു കൊടുക്കുന്നത്. പണ്ട് മുതലേ കാടുണ്ട്. പണ്ട് മുതലേ കാട്ടിൽ ജീവിക്കുന്നവരും കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും ഉണ്ട്. പക്ഷേ അവർക്കൊന്നും കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല. ആരാണ് കാടിന്റെ അവകാശി? കാടിന്റെ അവകാശി സ്റ്റേറ്റ് ആണ് എന്നാണ് നമ്മൾ പണ്ട് തുടങ്ങി പഠിച്ചു വരുന്നത്. കാടിന്റെ അവകാശി സ്റ്റേറ്റ് ആണ്. ഓക്കെ, കൊളോണിയൽ പീരീഡ്, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പല യുദ്ധങ്ങളും, അതായത് കാട്ടിലെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവരോട് ഇറങ്ങിപ്പോകണമെന്ന് ആദിവാസികളോട് പറഞ്ഞു. പല യുദ്ധങ്ങളും നടന്നു. കാട് കയറിയുള്ള ആക്രമണങ്ങൾ നടന്നു, കാട് വെട്ടി നശിപ്പിക്കുവാനായിട്ടും. ദെൻ അവരുടെ പ്ലാന്റേഷനുകൾ കാടുകളിൽ വെക്കാനായിട്ടും, തേക്കുകൾ അല്ലെങ്കിൽ ടിമ്പേഴ്സിന് വേണ്ടിയിട്ട് കാട് വെട്ടി നശിപ്പിക്കുകയും പുതിയ കാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഇവിടെ കൊളോണിയൽ പീരീഡിൽ. ദെൻ പല സമരങ്ങളും നടന്നു. കേരളത്തിലാണെങ്കിൽ ഏത് സമരമാണ് നടന്നത്? കുറിച്യാർ റിവോൾട്ട് കേരളത്തിൽ നടക്കുന്നതിന് ഉദ്ദേശം എന്താ? കാട് കയറി വന്ന ബ്രിട്ടീഷിനെ തുരത്തുവാൻ വേണ്ടിയിട്ടാണ് കുറിച്യാർ റിവോൾട്ട്.
നടക്കുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും പല റിവോൾട്ടുകൾ നടന്നു. രംബ റിബല്യൻ നടന്നു. ദെൻ വേറെ എന്താണ്, ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട റിബല്യൻ ആണ് ഈ രംബ റിബല്യൻ എന്ന് പറയുന്നത്. ആരാണ് അതിന്റെ സൂത്രധാരൻ ആയിട്ടുണ്ടായിരുന്നത്? അല്ലരു സിത്തരാമ രജ്ജു. അല്ലരി സിത്തരാമ രജ്ജു. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഫോറസ്റ്റ് റൈറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ഇവിടെ ഇപ്പോൾ കൊളോണിയൽ കാലഘട്ടങ്ങളിലും എന്തുണ്ടായിരുന്നു? പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളുടെ ആദിവാസികളെ നമ്മൾ അംഗീകരിച്ചോ, അല്ലെങ്കിൽ ആദിവാസികൾക്ക് ഭൂമികൾ നമ്മൾ വിട്ടുകൊടുത്തോ? ഇല്ല. ഇന്ത്യൻ നിയമവും ആദ്യ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2000 വരെ ഫോറസ്റ്റ് റൈറ്റുകളെ, അതായത് ട്രൈബേഴ്സിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സിന്റെ റൈറ്റുകളെ അംഗീകരിച്ച് പോന്നിരുന്നില്ല. ഓക്കെ, 1972 ഒരു ഇമ്പോർട്ടന്റ് ആക്ട് വന്നു. ഏതാണ് ആക്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ ആക്ട് പ്രകാരം നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കുകളും സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അവിടെ ആര് കയറണം, ആര് കയറണ്ട എന്നുള്ളത് സർക്കാരുകൾക്ക് തീരുമാനിക്കാം. ഓക്കെ, വനമേഖലയിൽ അതിക്രമിച്ച് കടക്കുന്നത് നിയമപരമായി ശിക്ഷയാകുന്ന കാലത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ വനത്തിൽ ജീവിച്ചിരുന്നവരും അപ്പോൾ ആരായി? ട്രെസ് പാസേഴ്സ് ആയി. അതിനുശേഷമാണ് 2006 ഫോറസ്റ്റ് റൈറ്റുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഫോറസ്റ്റിൽ താമസിക്കുന്ന ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റുകൾ കൊടുക്കുന്നേ. ഓക്കെ, ആ കൊടുക്കുന്ന റൈറ്റ് ആണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നറിയപ്പെടുന്ന 2006 ആക്ട്. എന്തൊക്കെ റൈറ്റുകൾ നമ്മൾ കൊടുത്തു? ഒന്ന്, ടൈറ്റിൽ റൈറ്റ് നമ്മൾ കൊടുത്തു, യൂസ് റൈറ്റ് കൊടുത്തു, ദെൻ മാനേജ്മെന്റ് റൈറ്റ്. ടൈറ്റിൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 റൈറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തത്: ഇൻഡിവിജ്വൽ റൈറ്റും കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റും. ഇൻഡിവിജ്വൽ ഫോറസ്റ്റ് റൈറ്റും കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റും. അതിൽ ഇൻഡിവിജ്വൽസിന് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ താമസിച്ച് ഭൂമിയിൽ താമസിച്ചിരുന്നവർക്ക് നമ്മൾ അവകാശം കൊടുത്തു, ഭൂമിയുടെ മേലെയുള്ള അവകാശം കൊടുത്തു. അതിനെയാണ് ടൈറ്റിൽ റൈറ്റ് എന്ന് പറയുന്നത്. ഫാമേഴ്സിന് അവർ ഓൺ ചെയ്യുന്ന ലാൻഡ് 4 ഹെക്ടേഴ്സ് വരെ അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിൽ എഴുതി കൊടുത്തു. പുതിയ ആദിവാസികൾക്ക്, അതായത് വനഭൂമി ഇല്ലാതിരുന്ന, ലാൻഡ് ഇല്ലാതിരുന്ന ആദിവാസികൾക്ക് പുതിയതായിട്ട് ഭൂമിയൊന്നും കൊടുത്തില്ല. അവർക്ക് അവിടെ താമസിച്ചിരുന്നവർക്ക്, ഓൾറെഡി താമസിച്ചിരുന്നവർക്ക് 4 ഹെക്ടേഴ്സ് വരെ അവരുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ദെൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടുമുള്ള അവകാശം കൊടുത്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാട്ടിൽ നിന്ന് തേനുകൾ കളക്ട് ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോറസ്റ്റിന്റെ റിസോഴ്സസുകൾ, മൈനർ ഫോറസ്റ്റ് റിസോഴ്സസുകൾ എക്സ്ട്രാക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനായിട്ടും വിൽക്കുവാനായിട്ടുമുള്ള അവകാശങ്ങൾ അവർക്ക് കൊടുത്തു. ദെൻ മാനേജ്മെന്റ് റൈറ്റ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും റീജനറേറ്റ് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ് റൈറ്റ്. ഇവിടെയാണ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ വരുന്നത്. കമ്മ്യൂണിറ്റി, അതായത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും പരിപാലിക്കാനായിട്ടുമുള്ള അവകാശങ്ങൾ കൊടുത്തു. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണമല്ലോ. അതിന് ഒരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം എന്തായിട്ട് നമ്മൾ കീപ്പ് ചെയ്തു? ആ അടിസ്ഥാനം ഗ്രാമസഭകളാണ് എന്ന് നമ്മൾ എഴുതി വെച്ചു. 1991 നമ്മൾ 72-73 ഭരണഘടനാ ഭേദഗതികളിൽ 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ എന്താ ചെയ്തേ? നമ്മൾ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ ഗ്രാമസഭകളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അംഗീകരിച്ചു. സോ 2006 നിയമസഭ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്തേ? നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവിന്റെ അടിസ്ഥാനം ഗ്രാമസഭകളാണെന്ന് എഴുതി വെച്ചു. അതായത് ഈ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവ് ആണ് എന്ന് ഇതിനെ, ഒരു ഫോറസ്റ്റിനെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവ് ആയി അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അതിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഗ്രാമസഭ കൂടിയിട്ട് വേണം അവിടെ തീരുമാനിക്കാൻ. മനസ്സിലായോ? സോ ഈ ഗ്രാമസഭകൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുത്തു. ഒഡീഷയിൽ എന്താ സംഭവിച്ചേ? ഒഡീഷയില് ഈ ഗ്രാമസഭകൾക്കുള്ള അധികാരം ആര് റദ്ദ് ചെയ്തു? നോർത്ത് ഈസ്റ്റിൽ ആര് റദ്ദ് ചെയ്തു? ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ ഫോറസ്റ്റ് മിനിസ്റ്ററി റദ്ദ് ചെയ്തു. ഒഡീഷയിൽ, ജാർഖണ്ഡിൽ അവിടെ ആര് റദ്ദ് ചെയ്തു? ഫോറസ്റ്റ് മിനിസ്റ്ററി റദ്ദ് ചെയ്തു. സോ അത് തെറ്റാണ്. അത് ഫോറസ്റ്റ് മിനിസ്റ്ററിക്ക് ഇതിലുള്ള, അതായത് ഇനിയിപ്പോൾ അവിടെ എന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എന്തും ഈ കമ്മ്യൂണിറ്റി ഫോറസ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആർക്കാണ് അധികാരം? ഫോറസ്റ്റ് മിനിസ്റ്ററിക്കാണ് അധികാരം എന്നുള്ളൊരു രീതിയിൽ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി. അതിനെതിരെ നമ്മളുടെ കർഷക സംഘടനകളും ട്രൈബൽ സംഘടനകളും സാധാരണ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങി, ജാർഖണ്ഡിലും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്.
സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൊളോണിയൽ പീരീഡിൽ നിന്ന് മാറിയെങ്കിലും ഫോറസ്ട്രിയുടെ കൊളോണിയൽ നിയമങ്ങൾ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം 10,000-ഓളം കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഇംപ്ലിമെന്റേഷൻ ഈ ഗ്രാമസഭകളിലേക്കും ബാക്കിയുള്ള താഴെത്തട്ടിലേക്കും നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, കാരണം കാട് ഭരിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നാണ് നിങ്ങൾ ആദിവാസികളോട് പറയുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനോട് പറയുന്നത്. കാട് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, അത് ഭരിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഈ അടുത്ത് നരിവേട്ട എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ആ ഹീറോയിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കാണാത്ത കാടൊന്നും അല്ലല്ലോ സാറേ. സോ ആ ഒരു കാര്യം തന്നെയാണ്, ഞങ്ങൾ കാണാത്ത കാടൊന്നും അല്ലല്ലോ സാറേ ഇതെന്ന് പറയാണ്. മനസ്സിലായോ? സോ കാട് നിങ്ങൾക്കറിയാൻ പാടില്ല എന്ന് സ്റ്റേറ്റ് ആരോട് പറയാണ്? സ്റ്റേറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനോട് പറയാണ്, ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിനോട് പറയാണ്. അത് ശരിയല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. കാരണം നിങ്ങളുടെ കൊളോണിയൽ ഇറയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ആ ഒരു ചിന്താഗതി കൊണ്ടാണ്, കാരണം കാട് സ്റ്റേറ്റ് നിയന്ത്രിക്കണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫോറസ്റ്റ് റൈറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ട് റൈറ്റുകളുണ്ട്, ഇൻഡിവിജ്വൽ ഫോറസ്റ്റ് റൈറ്റ്, ദെൻ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ്. ഓക്കെ, ഇന്ത്യൻ മാരിടൈം ഡീകാർബണൈസേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫീൽഡിലുള്ള ഡീകാർബണൈസേഷനുമായി ബന്ധപ്പെട്ട് എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ വന്ന ഒരു വാർത്തയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഷിപ്പിംഗ് ഫ്യൂവലുകൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ്. നമ്മൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ ഫുള്ളായിട്ട് ഡീകാർബണൈസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യഘട്ടങ്ങളിൽ അത് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ്, ഇത്രയും ഭാരം വഹിക്കേണ്ട വെസൽസുകളാണ്. അപ്പോൾ അവിടെ ഡീകാർബണൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നാലും നമ്മൾ അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. സോ ഇതിന് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറന്റ് ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഓയിലുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലാണ്. ദെൻ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഫ്യൂവലുകളാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നമ്മളുടെ ഷിപ്പുകളിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ. അതായത് നമ്മൾ ക്രൂഡ് ഓയിൽ പുറത്തു നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ റിഫൈനറികളിൽ ഇതിനെ റിഫൈൻ ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഈ റിഫൈൻ ചെയ്യുന്നതിൽ ഒരു ബിഗസ്റ്റ് പാർട്ട് ഇന്ത്യക്കുണ്ട്. ഓക്കെ, സോ ഇനി എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഷിപ്പിംഗ് കമ്പനീസ് ഗ്രീൻ മെത്തേഡിലേക്ക്, അല്ലെങ്കിൽ ഗ്രീൻ ഫ്യൂവൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. ഗ്രീൻ ഫ്യൂവൽസിന്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. കുറച്ച് എക്സാമ്പിളുകളിൽ ഒന്നാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഗ്രീൻ ഹൈഡ്രജൻ അങ്ങനെയുള്ള ഫ്യൂവലുകളുണ്ട്. എന്താണ് ഇതെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അതായത് ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു പ്രോസസ്സിനെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നോക്കാം. അതായത് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ബേസിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ ഇലക്ട്രോളിസിസ് പ്രോസസ്? ആനോഡ്, കാഥോഡ് ഒരു വെള്ളത്തിൽ മുക്കി വെക്കും. ആ വെള്ളത്തിന്റെ പേരെന്താണ്? സൊല്യൂഷൻ. എന്ത് സൊല്യൂഷൻ? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. എന്നിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഹൈഡ്രജൻ ഫോം ചെയ്യും. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രോളിസിസ് വഴിയാണ്. സോ ഇലക്ട്രോളിസിന് എന്ത് വേണം? ഒരു ബാറ്ററി വേണം. എന്ത് വേണം? ബാറ്ററി വേണം. വലിയ വലിയ ഫീൽഡിലാണെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ഓക്കെ, എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഈ എനർജി എന്തായിരിക്കും? ഈ എനർജിയുടെ സോഴ്സ് റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിൽ, നമ്മൾ അതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ അതിനെ എന്ത് വിളിക്കും? എനർജിയുടെ സോഴ്സ് ഗ്രീൻ സോഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കും. മനസ്സിലായോ? സോ ഇലക്ട്രോസിസ് ചെയ്യാനായിട്ടുള്ള എനർജി, ഗ്രീൻ ഹൈഡ്രജൻ പുറപ്പെടുവിക്കാനുള്ള എനർജി സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. അതായത് നമ്മളുടെ സോളാർ പാനലുകൾ വെച്ചിട്ട് ആ എനർജി
ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ റിന്യൂവബിൾ സോഴ്സിൽ നിന്നാണ് ഇലക്ട്രോളിസിസ് നടത്താനായിട്ട്, എക്സാമ്പിൾ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള എന്ത് എനർജി കണ്ടെത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ദെൻ ബ്ലൂ ഹൈഡ്രജൻ ഉണ്ട്, ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജനുകൾ ഉണ്ട്. ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് ആയിരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ എനർജിക്ക് വേണ്ടിയിട്ട്. അതായത് ഡീസൽ ഒഴിച്ച് ഒരു യന്ത്രം പ്രവർത്തിപ്പിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന എനർജി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ആനോഡും കാഥോഡും പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഹൈഡ്രജൻ പുറത്തെടുക്കും. അപ്പൊ അതിനെ ഗ്രീൻ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ബ്ലൂ ഹൈഡ്രജനിൽ ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യൂലേ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട്. ഈ എനർജിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫോസിൽ ഫ്യൂവലുകൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർബണുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് വെള്ളത്തിൽ ഇതിനെ സൂക്ഷിച്ചു വെക്കും. കാർബൺ സീക്വസ്റ്ററൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. കാർബൺ ക്യാപ്ചർ ചെയ്തിട്ട് വെള്ളത്തിന്റെ അടിയിൽ ഈ കാർബണുകളെ നമ്മളുടെ എമിറ്റ് ചെയ്യാണ്ട് സൂക്ഷിച്ചു വെക്കും. മനസ്സിലായോ? അതായത് എനർജിക്ക് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? റിന്യൂവബിൾ മെത്തേഡ്സ് അല്ല. എനർജിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഫോസിൽ ഫ്യൂവലുകളാണ് യൂസ് ചെയ്യുന്നത്. ഫോസിൽ ഫ്യൂവൽ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? കാർബൺ എമിറ്റ് ചെയ്യും. ഈ കാർബണെ പുറത്ത് വിടാണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. എവിടെ? വെള്ളത്തിന്റെ അടിയിൽ. അതിനെന്താ പേര് പറയുന്നത്? കാർബൺ സീക്വസ്റ്ററൈസേഷൻ. ഓക്കെ, അതിനെയാണ് കാർബൺ സീക്വസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡ്സിനെ വിളിക്കുന്നതാണ് ബ്ലൂ ഹൈഡ്രജൻ. ദെൻ ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്. ഗ്രേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കോൾ യൂസ് ചെയ്യും, കൽക്കരി യൂസ് ചെയ്യും. സോ കൽക്കരി ഒരു കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷേ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ എഫക്ട് ചെറിയ എക്കോളജിക്കൽ ഇമ്പാക്ട് അല്ലെങ്കിൽ എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും എനർജി എന്താ യൂസ് ചെയ്യുന്നത്? കോൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗ്രീനോ ബ്ലൂ എന്നോ വിളിക്കാൻ പറ്റില്ല. സോ ഗ്രേ ഹൈഡ്രജൻ എന്ന് നമ്മൾ വിളിക്കും. സോ ഈ എനർജിയുടെ യൂസ്, എനർജി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ബന്ധപ്പെട്ടാണ് ഗ്രീൻ, ഗ്രേ, ബ്ലൂ, അങ്ങനെ ഡിഫറെന്റ്, റെഡ്, അങ്ങനെ ഡിഫറെന്റ് സെക്ഷനിൽ നമ്മൾ ഈ ഹൈഡ്രജനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ എന്താണെന്ന് മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടത്. സോ ഇതിന് വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്യാസിഫിക്കേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ SDR പ്രോസസ് എന്ന് പറയും. അങ്ങനെ ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നത് SDR മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഗ്രീൻ അമോണിയയിലേക്ക് പോകാം. അമോണിയയുടെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്? കെമിക്കൽ കോമ്പോസിഷൻ, അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്താണ്? NH3. NH3 എന്നാണല്ലോ അമോണിയയുടെ കെമിക്കൽ ഫോർമുല. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റങ്ങളും ചേർന്നതാണ്. അല്ലെ? ബേസിക് കെമിസ്ട്രിയിലേക്ക് വരികയാണ്. സോ നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ ഈ ഗ്രീൻ ഹൈഡ്രജനും ഒരു നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്രീൻ അമോണിയ നമ്മൾ പുറത്തിറക്കും. ഓക്കെ, അതിനെയാണ് ഗ്രീൻ അമോണിയ എന്ന് പറയുന്നത്. സോ അത് പാർഷ്യലി ഗ്രീൻ ആണ്. അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഫോസിൽ ഫ്യൂവലുകളോ ഒന്നും കത്തിച്ചില്ല. റിന്യൂവബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ചത്. സോ അത് ഗ്രീൻ ആയിട്ട് നമ്മൾ കണക്കാക്കി. ദെൻ ഗ്രീൻ മെഥനോൾ എന്ന് പറഞ്ഞാലോ, മെഥനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താ? CH4. അതായത് കാർബണും 4 ഹൈഡ്രജൻ ആറ്റം കൂടി ഉണ്ട്. സോ ഇതിലുള്ള ഹൈഡ്രജൻ നമ്മൾ എവിടെ നിന്ന് എടുക്കും? നമ്മൾ ഗ്രീനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഗ്രീൻ ഹൈഡ്രജനിലെ 4 ഹൈഡ്രജൻ ആറ്റത്തെ എടുക്കും. ദെൻ കാർബണയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് മീതെയിൻ അല്ലെങ്കിൽ ഗ്രീൻ മീതെയിൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കും, CH4. ഓക്കെ, അങ്ങനെയാണ് ഈ ഗ്രീൻ ഫ്യൂവൽ പ്രൊഡക്ഷൻ നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രീൻ ഫ്യൂവൽസ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യും? ഷിപ്പിംഗ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇനി പറഞ്ഞു വരുന്നത്. ഗ്രീൻ ഫ്യൂവൽസിനെ നമ്മൾ ഷിപ്പിംഗ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. പണ്ട് എന്തായിരുന്നു? ലോ സൾഫർ ആയിട്ടുള്ള ഫ്യൂവൽ ആയിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡീസൽ ഉപയോഗിക്കുമായിരുന്നു, LNG യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇനി ഗ്രീൻ ഫ്യൂവൽസിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി മാറാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിന് പല പരിമിതികളുണ്ട്. ഒന്നാമത്തെ പരിമിതി എന്താണ്? ഇതിന്റെ കോസ്റ്റ് ആണ്. സോ ഒരു ടൺ VLSFO ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ആണ്. മനസ്സിലായോ? അതായത്
ഒരു ഗ്രീൻ ഹൈഡ്രജന് വേണ്ടിയിട്ട് ഒരു ബാരലിനായിരിക്കാം പെർ ടണ്ണിനാണ് കോസ്റ്റ്. ടണ്ണിന് കോസ്റ്റ് വരുന്നത് എത്രയാണ്? $1950 ആണ്. പക്ഷേ VLSFO ഒക്കെ ആവറേജ് എത്രയാണ്? അതായത് വെരി ലോ സൾഫർ ഫ്യൂവൽ. വെരി ലോ സൾഫർ ഫ്യൂവലിന് എത്രയാണ്? എക്സാമ്പിൾ ഡീസലോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. എത്രയാ കോസ്റ്റ് വരുന്നത്? കൺവെൻഷണൽ ആയിട്ടുള്ള കോസ്റ്റ് 560. സോ വിച്ച് മീൻസ് ഒരു 4 ഇരട്ടി, 1 2 3 4 ഇരട്ടിയോളം തുക വരികയാണ്. സോ ഇതൊരു ചലഞ്ചാണ്. ദെൻ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് പല ചലഞ്ചസും ഉണ്ട്. എന്താണ്? ഈ ഷിപ്പിംഗ് കമ്പനീസിന് ഈ ഡീസലിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ കാറുകൾക്കുള്ള പോലെ തന്നെ ചലഞ്ചസ് ഉണ്ടല്ലോ. ആ ചലഞ്ചുകളെല്ലാം ഇവിടെയുണ്ട്. ദെൻ സപ്ലൈ ഡിമാൻഡ് ചലഞ്ച് ഉണ്ട്. സപ്ലൈ ഡിമാൻഡ് ചലഞ്ച്, അതായത് ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസിന്റെ എണ്ണം വളരെ കുറവാണ്. ദെൻ ഇതിനുള്ള മെഷീനറീസ് ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസിന്റെ എണ്ണം വളരെ കുറവാണ്. മനസ്സിലായോ? ദെൻ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ലോകത്തിലെ മിക്ക കപ്പലുകളും ഫ്യൂവൽ റീഫിൽ ചെയ്യുന്നത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. സിംഗപ്പൂർ പോർട്ടിലാണ് മിക്ക കപ്പലുകളും റീഫ്യൂവൽ ചെയ്യുന്നത്. സോ ഇന്ത്യക്ക് അത് ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. ഇന്ത്യ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? ഇന്ത്യക്ക് ഒരു നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാൻ ഉണ്ട്. 2023 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത്. ഇത് പ്രകാരം 5 മില്യൺ മെട്രിക് ടൺ ആനുവൽ പ്രൊഡക്ഷൻ നമ്മൾ നടത്തും. എന്തിന്റെ? ഗ്രീൻ ഹൈഡ്രജന്റെ. സോ ഇതെല്ലാം നമുക്ക് സെല്ല് ചെയ്തൂടെ? ഇതെല്ലാം നമ്മളെ തൊട്ടടുത്ത രാജ്യമാണല്ലോ സിംഗപ്പൂർ. അവരിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ ഹൈഡ്രജൻ ഷിപ്പിംഗ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്തൂടെ? സോ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സെയിൽസ് ടെക്നിക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. അതുവഴി ഇന്ത്യയുടെ എന്ത് കൂടും? എക്സ്പോർട്ട് കൂടും. മനസ്സിലായോ? എക്സ്പോർട്ട് കൂടി എന്ത് കുറയും? ട്രേഡ് ഡെഫിസിറ്റ് കുറയും. ഓക്കെ, ഫസ്റ്റ് ന്യൂസിലേക്ക് നമ്മൾ വീണ്ടും പോയി. സോ ഇതെല്ലാമാണ് ഇതിന്റെ ചലഞ്ചസ്. സോ നമ്മൾ ഇവിടെ എന്താണ് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്, ദെൻ ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് പല ചലഞ്ചസും ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ ചലഞ്ചസ് ഉണ്ട്, ദെൻ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്, ദെൻ എക്കോണമി റിലേറ്റഡ് ആയിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചലഞ്ചസും ഉണ്ട്. ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഡീകാർബണൈസേഷൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. സോ ഇന്ത്യ പെർട്ടിക്കുലർലി ഡീകാർബണൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡീകാർബണൈസേഷൻ എവിടെ? ഷിപ്പിംഗ് ഫ്യൂവലിലുള്ള ഡീകാർബണൈസേഷൻ നമുക്ക് പണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതൊരു എക്കോണമിക് ഓപ്പർച്യൂണിറ്റി ആയി നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പോർട്ടുകൾ കൂടും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു.